നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അജക്റ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അജക്റ്റീവ്സിനെ ഏതെല്ലാം രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. അതിലാദ്യത്തേതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അതിനെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അജക്റ്റീവ് എന്നും വിളിക്കാം. അപ്പോൾ ഒരു നൗണിൻ്റെ ഗുണമോ അല്ലെങ്കിൽ തരമോ അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ ഗുണത്തെയോ അത് ഏത് തരത്തിലുള്ളതാണോ എന്ന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ നൗണിന് മുമ്പിലായിട്ട് ഉപയോഗിക്കുന്ന അജക്റ്റീവ്സിനെയാണ് അജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് നമ്മൾ പറയണത്. കൂടാതെ ഈ അജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ കീഴിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് പ്രോപ്പർ അജക്റ്റീവ്സ്. അതും ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇന്ന് നാം ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് പാർട്ടിസിപ്പിൾ അജക്റ്റീവ്സ്. എന്താണ് പാർട്ടിസിപ്പിൾ അജക്റ്റീവ്സ്? പാർട്ടിസിപ്പിൾ എന്നാൽ എന്താണ്? ഇംഗ്ലീഷിൽ പ്രധാനമായും രണ്ട് തരത്തിലാണ് പാർട്ടിസിപ്പിൾസ് ഉള്ളത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഏതൊക്കെയാണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? ഒരു വെർബിനോട് ING എന്ന് ചേർത്താൽ കിട്ടുന്ന രൂപത്തെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഏത് വെർബിനോടും നിങ്ങൾ ING ചേർത്താൽ കിട്ടുന്ന രൂപത്തെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയണത്. അപ്പോൾ ഉദാഹരണത്തിന് ഗോ എന്ന വെർബ് അതിനോട് ING ചേർക്കുക, ഗോയിങ്. ഗോയിങ് എന്നുള്ളത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ഈറ്റ്, ഈറ്റിംഗ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. റീഡ്, റീഡിങ് അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ എങ്ങനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെർബിനോടൊപ്പം ING ചേർക്കുന്ന രൂപത്തെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചില സാഹചര്യങ്ങളിൽ അജക്റ്റീവായി ഉപയോഗിക്കാറുണ്ട്, അതായത് നാമവിശേഷണമായി ഉപയോഗിക്കാറുണ്ട്. ഈ ഇവിടെ എഴുതിയിട്ടുള്ള ആദ്യ എക്സാമ്പിളിലേക്ക് നോക്കൂ നിങ്ങൾ. ദാ, ഷീ ഹാസ് എ സ്മൈലിംഗ് ഫേസ്. ഷീ ഹാസ് എ സ്മൈലിംഗ് ഫേസ്. ഇവിടെ നോക്കൂ, അവൾക്ക് പുഞ്ചിരി തൂകുന്ന അല്ലെങ്കിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് അവളുടേത്. പുഞ്ചിരിക്കുന്ന എങ്ങനെയുള്ള മുഖം? ഈ മുഖം എന്ന ഈ ഫേസ് എന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ അതിന് മുമ്പിലായി നമ്മൾ ഉപയോഗിച്ചത് സ്മൈലിംഗ് എന്ന ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അതുകൊണ്ട് സ്മൈലിംഗ് എന്ന ആ വേർഡ്, അതിനെ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം. ഇത് പാർട്ടിസിപ്പിളാണ്, അതേ സമയത്ത് തന്നെ ഇതൊരു അജക്റ്റീവായി, ഒരു നാമാവിശേഷണമായി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് പാർട്ടിസിപ്പിൾ അജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, നമുക്കെങ്ങനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കാം. ചില സാഹചര്യങ്ങളിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഇതുപോലെ അജക്റ്റീവായി പ്രവർത്തിക്കാറുണ്ട്. ആ സമയത്ത് അവയെ വിളിക്കുന്നത് പാർട്ടിസിപ്പിൾ അജക്റ്റീവ് എന്നാണ്. അത് പാർട്ടിസിപ്പിളുമാണ്, അതോടൊപ്പം തന്നെ ഒരു അജക്റ്റീവ്, ഒരു നാമവിശേഷണമാണ്. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു സവിശേഷത. നെക്സ്റ്റ് വൺ, മറ്റൊരു പാർട്ടിസിപ്പിളാണ് ഇംഗ്ലീഷിൽ സാധാരണയായി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു വെർബിൻ്റെ ആദ്യത്തെ 3 രൂപം നമ്മളെടുത്താൽ, അതായത് V1, V2, V3, അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വെർബിൻ്റെ ആദ്യത്തെ ഫോം ബേസ് ഫോം, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമുക്ക് എഴുതി നോക്കാവുന്നതാണത്. ഒരു വെർബ്, ഏത് വെർബ് എടുത്താലും നോക്കാം. ഗോ. ഗോ എന്നുള്ളത് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പോവുക,
അത് വെർബിൻ്റെ ആദ്യത്തെ ഫോമാണ്. വെർബിൻ്റെ ആദ്യത്തെ ഫോം മലയാളത്തിൽ മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട്. ആ വെർബിൻ്റെ ആദ്യത്തെ ഫോം, അതിൻ്റെ മലയാളം മീനിങ് അവസാനിക്കുന്നത് കായിലായിരിക്കും. ഇപ്പം ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക, കായിലാണ് അവസാനിച്ചത്. ഈറ്റ്, ഭക്ഷിക്കുക, കായിലാണ് അവസാനിച്ചത്. സീ, കാണുക, കായിലാണ് അവസാനിച്ചത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് വെർബിൻ്റെ മലയാളം എടുക്കുകയാണെങ്കിൽ ആ മലയാളം അവസാനിക്കുന്നത്, മലയാളത്തിലെ മീനിങ് അവസാനിക്കുന്നത് കായിലായിരിക്കും. ഇതൊരു ട്രിക്ക് മാത്രമാണ്, നോക്കാം. ഇപ്പോൾ വെർബിൻ്റെ 3 ഫോംസ് ആണ്. ഒന്ന് ഗോ, വെൻറ്റ്, ഗോൺ. ഗോ എന്നത് ബേസ് ഫോം, വെൻറ്റ് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് പോയി എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് വെൻറ്റ്. ഗോൺ എന്നുള്ളതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ വെർബിൻ്റെ 3ാമത്തെ ഫോം ആയിട്ടുള്ള ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളും നമ്മൾ അഡ്ജക്റ്റീവായി ഉപയോഗിക്കാറുണ്ട്. സി, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ. നോക്കൂ. ഹി ഹാസ് എ ടയേർഡ് ലുക്ക്. ഹി ഹാസ് എ ടയേർഡ് ലുക്ക്. TIRED, ടയേർഡ്. TIRE, ടയർ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, അവശനാവുക. TIRED, ടയേർഡ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആവുമ്പോൾ അവൻ അവശനായി, ക്ഷീണിച്ചു എന്ന അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ടയേർഡ്, ക്ഷീണിച്ച എന്നർത്ഥമാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ടയേർഡ് എന്ന് പറഞ്ഞ ആ 3ാമത്തെ ഫോം അത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അത് ഇവിടെ അഡ്ജക്റ്റീവായി ഉപയോഗിച്ചിരിക്കുകയാണ്. അല്ല, ഹി ഹാസ് എ ടയേർഡ് ലുക്ക്. അവനെ കണ്ടാൽ ഒരു ക്ഷീണിച്ച ഭാവമാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാവം എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള ഭാവം? അവൻ്റെ ലുക്കിനെ എടുത്തു പറയാൻ, അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എടുത്തു പറയാൻ ടയേർഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം ക്ഷീണിച്ച. ലുക്ക് എന്ന നൗണിനെ വിശേഷിപ്പിക്കാനാണ് ടയേർഡ് എന്ന ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് ടയേർഡിനെ നമുക്ക് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇതാണ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിൽ ടയേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, അതോടൊപ്പം തന്നെ ഒരു അഡ്ജക്റ്റീവ് കൂടിയാണ്. അഡ്ജക്റ്റീവിൻ്റെ കർത്തവ്യം അത് ചെയ്യേണ്ടത് അല്ലേ? ക്ഷീണിച്ച, എങ്ങനെയുള്ള ഭാവം? ക്ഷീണിച്ച ഭാവം. അവൻ്റെ ഭാവത്തിനെ എടുത്തു പറയാൻ ഉപയോഗിച്ച ഒരു വേർഡാണത്. അതുകൊണ്ട് അതിനെ നമുക്ക് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. See the next example. The boy has pleasing manners. The boy has pleasing manners. ആ കുട്ടിക്ക് വളരെ രസകരമായ പെരുമാറ്റ രീതിയാണ് അവൻ്റേത്. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ നൗണാണ്. എങ്ങനെയുള്ള മാനേഴ്സ്? അവൻ്റെ മാനേഴ്സിനെ ഏത് തരത്തിലുള്ളതാണ് എന്ന് പറയാൻ നമ്മളിവിടെ ഉപയോഗിച്ചത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അതുകൊണ്ട് പ്ലീസിങ് എന്നുള്ളത് ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ബ്ലോ. ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ബ്ലോ. ഇവിടെ നോക്കൂ, ബ്ലോ എന്ന ആ നൗൺ, അടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്യത്തിൻ്റെ മീനിങ് ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ബ്ലോ. ഇത് അപ്രതീക്ഷിതമായ ഒരു അടിയായിരുന്നു. അടി എന്നുള്ളതാണ് ഇവിടെ നൗൺ. എങ്ങനെയുള്ള അടി? ഗ്രേറ്റ് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ. ഇതും അൺഎക്സ്പെക്റ്റ് എന്ന വേർഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. കൂടാതെ ഇത് ഒരു അഡ്ജക്റ്റീവായി പ്രവർത്തിക്കുകയോട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളത് ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. ഇവിടെ അടുത്ത എക്സാമ്പിൾസിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഐ ഗേവ് ഹിം മൈ വിസിറ്റിംഗ് കാർഡ്. ഐ ഗേവ് ഹിം മൈ വിസിറ്റിംഗ് കാർഡ്. ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് അവന് കൊടുത്തു. ഇവിടെ നോക്കിയേ, വാട്ട് കൈൻഡ് ഓഫ് കാർഡ്? എങ്ങനെയുള്ള കാർഡ്? വിസിറ്റിംഗ് കാർഡ്. വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ING ഉണ്ട്. അപ്പോൾ
അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. കാടിനെ വിശേഷിപ്പിക്കാനാണ് വിസിറ്റിംഗ് ഉപയോഗിച്ചത്. അതുകൊണ്ട് വിസിറ്റിംഗ് എന്നുള്ളത് ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. Then the last example is this. His broken leg had to be put in plaster. His broken leg. നോക്കാം, broken ഇടാ. broken എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. മൂന്നാമത്തെ രൂപമാണ് ബ്രോക്കൺ. അത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതിവിടെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ള കാല്? ഹിസ് ബ്രോക്കൺ ലെഗ്, അവൻ്റെ ഒടിഞ്ഞ കാല്. കണ്ടാ, ഒടിഞ്ഞ ഈ ലെഗിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പാർട്ടിസിപ്പിളാണത്. അതുകൊണ്ട് ബ്രോക്കൺ എന്നുള്ളത് ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, അടുത്ത അഡ്ജക്റ്റീവിൻ്റെ അടുത്തൊരു ഗ്രൂപ്പാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. എന്താണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ക്വാണ്ടിറ്റി, അളവ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി അളവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും അളവിനെ കാണിക്കാൻ നാം ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയണം. ഇതിനെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയും. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആർ അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഷോ ക്വാണ്ടിറ്റി. ഒരളവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന, അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത അളവ് എന്ന് നമ്മൾ പറയാറില്ല, ആ അളവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ഇവിടെ ഞാൻ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കാം. ഹീ ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. നോക്കൂ, ഹീ ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. അവൻ അല്പം പാൽ കുടിച്ചു. എത്രത്തോളം, എത്ര അളവിൽ? അല്പം. അല്പം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ വേർഡാണ് എ ലിറ്റിൽ. അത് അളവിനെ കാണിക്കാനാണ് ആ വേർഡ് ഉപയോഗിച്ചത്. അതുകൊണ്ട് എ ലിറ്റിൽ എന്നുള്ളതിനെ, ആ വാക്കിനെ നമുക്ക് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഹി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. അതൊരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അതിനോട് നമ്മൾ ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ, ഹി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. ഹൗ മച്ച് മിൽക്ക് ഡിഡ് ഹി ഡ്രിങ്ക്? ഹൗ മച്ച് മിൽക്ക് ഡിഡ് ഹി ഡ്രിങ്ക്? അവൻ എത്രത്തോളം പാൽ കുടിച്ചു എന്ന് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് ലഭിക്കുന്നത് എ ലിറ്റിൽ എന്നായിരിക്കും. അപ്പോൾ ഹൗ മച്ച് മിൽക്ക്? എ ലിറ്റിൽ മിൽക്ക്. ഹൗ മച്ച് എന്നുള്ളതിന് ഉത്തരമായി നമുക്ക് കിട്ടിയത് എ ലിറ്റിൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ എ ലിറ്റിലാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. എന്താ, മിക്കവാറും അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിക്ക് ശേഷം വരുന്ന നൗൺ അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നൗൺസ് ആയിരിക്കും. എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് ഉദാഹരണമായിട്ട് കാണാം. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഞങ്ങൾക്ക് അധികം സമയമില്ല. ഇവിടെയും നിങ്ങൾ നോക്കാം, എത്രത്തോളം ടൈം. ടൈം എന്ന നൗൺ കണ്ട, ആ നൗണിന് അതിൻ്റെ അളവിനെ കാണിക്കാനായിട്ട് അതിന് മുന്നിൽ ഉപയോഗിച്ച വേർഡ് ഏതാണ്? മച്ച്. എന്താ, മച്ചിന് ശേഷം ഉപയോഗിച്ച ടൈം അൺകൗണ്ടബിളാണ്. ഇതിനോടും നിങ്ങൾ, ഈ വാക്യത്തോടും നിങ്ങൾ ഹൗ മച്ച് എന്ന് ചോദിച്ചു നോക്കൂ. ഹൗ മച്ച് ടൈം, ഹൗ മച്ച് ടൈം, എത്രത്തോളം സമയം? മച്ച് ടൈം, അധികം സമയം. ഇവിടെ ഡോണ്ട് ഹാവ് എന്നുള്ളതുകൊണ്ട് അധികം സമയം ഇല്ല എന്നർത്ഥമാണ് അതിന് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മച്ച് എന്നുള്ളതാണ്. അടുത്ത നോക്കൂ, ഐ ഡോണ്ട് ഗെറ്റ് ഇനഫ് എക്സർസൈസ് ദീസ് ഡേയ്സ്.
ഐ ഡോണ്ട് ഗെറ്റ് ഇനഫ് എക്സർസൈസ് ദീസ് ഡേയ്സ്. ഈ കാലത്ത്, അതായത് ഇപ്പോൾ എനിക്ക് കാര്യമായ അധികം എക്സർസൈസ് ചെയ്യാനുള്ള അവസരം കിട്ടാറില്ല, അല്ലെ ഞാൻ അധികം എക്സർസൈസ് ചെയ്യാറില്ല. ഇവിടെ നോക്കൂ, ഐ ഡോണ്ട് ഗെറ്റ് ഇനഫ് എക്സർസൈസ്. ഹൗ മച്ച് എക്സർസൈസ്? ഇനഫ് എക്സർസൈസ്. ഹൗ മച്ചിന് ഉത്തരമായി നമുക്ക് ലഭിച്ചത് ഇനഫ്. ഇനഫ് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടുവോളം. അപ്പോൾ ഈ എക്സർസൈസിൻ്റെ അളവിനെ കാണിക്കാൻ അതിന് മുന്നിലായിട്ട് ഉപയോഗിച്ച വേർഡാണ് ഇനഫ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ദ നെക്സ്റ്റ് വൺ, ഐ കുഡ് നോട്ട് ഗെറ്റ് എനി ഷുഗർ. ഐ കുഡ് നോട്ട് ഗെറ്റ് എനി ഷുഗർ. എനിക്ക് പഞ്ചസാര തീരെ കിട്ടിയില്ല. എനി ഷുഗർ. കണ്ടാ, ഇവിടെ നോക്കൂ, ഷുഗർ. ആ ഷുഗറിൻ്റെ അളവിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ച വേർഡ് ഏതാണ്? എനി. ഹൗ മച്ച് ഷുഗർ, അല്ലേ? ഹൗ മച്ച് ഷുഗർ എന്ന് നമ്മൾ ഇതിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മറുപടി ഉത്തരം എന്തായിരിക്കും? എനി ഷുഗർ. ഒട്ടും പഞ്ചസാര. അപ്പോൾ എനി എന്ന് പറഞ്ഞ ആ വേർഡാണ് അളവിനെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി ഹാഡ് ടു പേ ദ ഹോൾ എമൗണ്ട്. ഹി ഹാഡ് ടു പേ ദ ഹോൾ എമൗണ്ട്. അവൻ മുഴുവൻ തുകയും കൊടുക്കേണ്ടി വന്നു. ഹൗ മച്ച് എമൗണ്ട്? ദ എമൗണ്ട്. എത്രത്തോളം എമൗണ്ട്? ആ എമൗണ്ടിൻ്റെ അളവിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ചതാണ് ഹോൾ. WHOLE. അപ്പോൾ ഹോൾ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയാണ്. ദെൻ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഹാഫ് എ ലോഫ് ഈസ് ബെറ്റർ ദാൻ നോ ബ്രെഡ്. അത് ഇംഗ്ലീഷിലെ ഒരു പഴമൊഴിയാണ്, ഒരു പ്രോവർബാണ്. ഹാഫ് എ ലോഫ് ഈസ് ബെറ്റർ ദാൻ നോ ബ്രെഡ്. ഒട്ടും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ഉള്ളതാണ്. ഇവിടെ ഇതിൻ്റെ അർത്ഥം ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി, ലോഫ് എന്ന് പറഞ്ഞാലോ ലോഫ്, LOAF, ഒരു കളക്റ്റീവ് നൗണാണ്. എ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതായത് ഹാഫ് എ ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡിൻ്റെ പകുതി ഉണ്ടെങ്കിൽ അത് ഒട്ടും ബ്രെഡ് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണെന്ന്. അതായത് ഒട്ടുമില്ലാത്തതിനേക്കാൾ അല്പം ഭേദമാണ് ഇത് കുറച്ചുള്ളത്. അപ്പോൾ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. ഹാഫ് എന്ന് പറഞ്ഞാൽ അതും ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയാണ്, ഒരളവിനെ കാണിക്കാൻ ഉപയോഗിച്ച വേർഡാണ്. അപ്പോൾ ഹാഫ് എന്നുള്ളത് ഇവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവാണ്.